പത്തരമാറ്റ സീരിയലിൻ്റെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി അപ്കമിങ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ അനാമികയും ജാനകിയെയും തോൽപ്പിച്ചുകൊണ്ട് തന്നെ ദേവയാനി നയനയും ചേർന്നിട്ട് ഒരു മത്സരത്തിൽ പങ്കെടുക്കുകയും അതുവഴി ഒരു ഡയമണ്ടിൻ്റെ നെക്ലസ് കരസ്ഥമാക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഡയമണ്ട് നെക്ലസ് നഷ്ടപ്പെട്ടതോടുകൂടി തന്നെ അനാമിക ഭയങ്കര സങ്കടത്തിൽ ഈ സങ്കടമെല്ലാം തന്നെ രേവതിയോട് പറഞ്ഞു കൊടുക്കും. അനാമികയെ രേവതി സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ജാനകി ഒളിഞ്ഞു കേൾക്കുന്നുണ്ട് എന്ന് മാത്രമല്ല, അനാമിക ജാനകിയെ അധിക്ഷേപിച്ച് സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ജാനകി നേരിട്ട് കേൾക്കാൻ ഇടവരുന്ന അടിപൊളി കിടിലൻ എപ്പിസോഡ് റിവ്യൂട്ട പറയുന്നത്. അങ്ങനെ അനന്തപുരി തറവാട്ടിലേക്ക് ജാനകിയുടെ ഉറ്റ കൂട്ടുകാരി വരുന്നുണ്ട്. എന്നിട്ട് ജാനകിയോട് പറയുന്നത്, ജാനകി ഇവിടെ തൊട്ടടുത്തൊരു ഇവന്റ് നടക്കാൻ പോവാണ്. അമ്മായിമ്മ മരുമകൾ കോംബോ ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷനാണ്. അതിൽ ഏറ്റവും അമ്മായിമ്മ മരുമകളെ സെലക്ട് ചെയ്തിട്ട് അവർക്കാണ് സമ്മാനം കൊടുക്കാൻ പോകുന്നത് എന്നൊക്കെ പറയും. ഏറ്റവും വില കൂടിയ ഡയമണ്ടാണ് അവർ സമ്മാനമായിട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ നീയും നിന്റെ മരുമകളും അതിൽ പങ്കെടുക്കണം ജാനകി എന്നൊക്കെ പറയട്ടെ ജാനകിയുടെ ഫ്രണ്ട്. അപ്പോൾ ജാനകി പറഞ്ഞിട്ട് അതിനെ പറ്റിയിട്ട് പിന്നെ ചോദിക്കാനുണ്ടോടെ, ഞാനും എൻ്റെ മരുമകളും തീർച്ചയായിട്ടും അതിൽ പങ്കെടുക്കണമെന്ന് തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ആ കോമ്പറ്റീഷനിൽ ഏതായാലും ഞങ്ങൾക്ക് തന്നെയായിരിക്കും ഫസ്റ്റ് പ്രൈസ് കിട്ടാൻ പോകുന്നത്. കോമ്പറ്റീഷനിൽ ഞങ്ങൾ പേര് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് പറയട്ടോ ജാനകി. ഇതും കേട്ടുകൊണ്ട് തന്നെ മുത്തശ്ശി അങ്ങോട്ടേക്ക് വന്ന് ചോദിക്കുന്നത്, അതെങ്ങനെ ശരിയാവും ജാനകി? നിങ്ങൾ മാത്രമല്ലല്ലോ ഈ വീട്ടിൽ അമ്മായിയമ്മയും മരുമകളുമായിട്ടുള്ളത്. ദേവയാനിയും ജലജയും നവ്യയും നയനൊക്കെ ഈ വീട്ടിൽ നിൽക്കുന്നത് നീ കണ്ടില്ലേ? നീ പ്രോഗ്രാമിൽ പങ്കെടുക്കുകയാണെങ്കിൽ അവരെ കൂടെ പങ്കെടുപ്പിക്കണം. എനിക്കാണെങ്കിൽ വയസ്സായി, അല്ലെങ്കിൽ പിന്നെ ഞാനും നിങ്ങളുടെ കൂടെ പങ്കെടുത്തേനെന്നൊക്കെ പറയും. അപ്പോൾ അനാമിക പറഞ്ഞിട്ട്, ഈ തറവാട്ടിലെ ഏറ്റവും നല്ല മരുമകളും അമ്മായിയമ്മയും ഞാനും അനിയുടെ അമ്മയും മാത്രമാണ്. അതിനൊക്കെ താഴെ വരൂ വല്യമ്മയും നയനെടുത്തി അപ്പച്ചിയൊക്കെ. ആ സമയത്തിന് ദേവയാനി ചോദിക്കുന്നുണ്ട്, നയന മോളെ നീ എന്തിനെങ്കിലും ടെൻഷനാവുന്നത്? അനാമിക എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയട്ടെ. നമ്മൾ തമ്മിലുള്ള സ്നേഹം എത്ര മാത്രമാണെന്ന് നമുക്കറിയാലോ. ഈ ലോകത്ത് വെച്ച് തന്നെ ഏറ്റവും നല്ല അമ്മായിമ്മയും മരുമകളും നമ്മൾ തന്നെയായിരിക്കും. അതിൽ നീ ടെൻഷൻ അടിക്കൊന്നും വേണ്ട, അതിൽ യാതൊരു സംശയമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ദേവേനി വന്നിട്ട് നയനെ ഇങ്ങനെ ചേർത്ത് പിടിക്കും. അപ്പോൾ ഇത് കേട്ടുകൊണ്ട് തന്നെ അനാമിക ചോദിക്കുന്നത്, ആ കാര്യമൊക്കെ നിങ്ങൾ അങ്ങ് തീരുമാനിച്ചാൽ മതിയോ? മരുമകളുടെ സ്നേഹമൊക്കെ സത്യം തന്നെയാണ്, പക്ഷേ അത് ഇവള് പിടിച്ചു വലിച്ച് വല്യമ്മയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചതാണ്. അങ്ങനെ പിടിച്ചു വാങ്ങിച്ച സ്നേഹമൊന്നും അധിക കാലമൊന്നും നിലനിൽക്കലോ വല്യമ്മേ. എന്നാൽ എൻ്റെ അമ്മായിമ്മയുടെ കാര്യം നോക്ക്, ഞാൻ ഈ വീട്ടിലേക്ക് വലതുകാൽ വെച്ച് കയറി മുതൽ എൻ്റെ അമ്മായിമ്മ സ്നേഹിക്കാൻ തുടങ്ങിയതാണ്. അതുപോലെ തന്നെയാണ് ഞാൻ എൻ്റെ അമ്മയും കാണുന്നത്, എൻ്റെ സ്വന്തം അമ്മയെപ്പോലെ എന്നൊക്കെ പറയും. അങ്ങനെ അനാമിക വന്നിട്ട് ജാനകി ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നത് കാണുന്ന സമയത്തിന് ജാനകിക്ക് ഒത്തിരി സന്തോഷം തോന്നും. എന്നാൽ ജാനകിയുടെ സന്തോഷം കാണുന്ന സമയത്തിന് അനാമിക ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നത്, പിന്നെ പന്ന കിളവി, ഇവിടുത്തെ സ്വത്തെല്ലാം തന്നെ എൻ്റെ കൈക്കലാവുന്നത് വരെയുള്ളൂ എൻ്റെ സ്നേഹപ്രകടനമൊക്കെ. അതിനുശേഷം നിങ്ങൾ എൻ്റെ തനി സ്വരൂപം കാണാൻ പോകുന്നതേ ഉള്ളൂ. സ്വത്തെല്ലാം എൻ്റെ കയ്യിലായതിനു ശേഷം നിങ്ങളായിരിക്കും ഞാൻ ആദ്യം വലിച്ചു കീറാൻ പോകുന്നത് എന്നിങ്ങനെ ജാനകിയെ നോക്കിയിട്ട് മനസ്സിൽ പറയട്ടെ അനാമിക. അപ്പോൾ ജാനകി പറഞ്ഞിട്ട്, ഏട്ടത്തി കണ്ടല്ലോ, ഞാനും എൻ്റെ അനാമിക മോളും മാത്രമാണ് ഇവിടുത്തെ ബെസ്റ്റ് കോംബോ. പിന്നെ അമ്മ പറഞ്ഞതുകൊണ്ട് മാത്രം ലിസ്റ്റിൽ നിങ്ങളുടെ പേരും ഞാൻ കൊടുത്തേക്കാം. അങ്ങനെ മനസ്സില്ലാ മനസ്സോടു കൂടിയായിരിക്കട്ടെ ജാനകി ഇങ്ങനെ ദേവേണ്ടയും ജലജയുടെയൊക്കെ പേര് കൊടുക്കുന്നത്. ഇത് കേട്ടുകൊണ്ട് തന്നെ നവ്യ ചോദിക്കുന്നത്, ഞങ്ങൾ ഏതായാലും ജയിക്കാനൊന്നും പോകുന്നില്ല, പിന്നെ എന്തിനാ എൻ്റെയും എൻ്റെ അമ്മായിമ്മയുടെയും പേര് കൊടുക്കുന്നത്? ഞാൻ വരുന്നില്ല മുത്തശ്ശി, എനിക്ക് വയ്യ എന്നിങ്ങനെ നവ്യ പറയുന്ന സമയത്ത് മുത്തശ്ശി പറഞ്ഞിട്ട്, അതൊന്നും നീ പറഞ്ഞാൽ ശരിയാവില്ല. അപ്പോൾ ജലജ പറഞ്ഞിട്ട്, മത്സരത്തിൽ എങ്ങാനും ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ കിട്ടാൻ പോകുന്നത് ഡയമണ്ടാണ് സമ്മാനം. അതുകൊണ്ട് തന്നെ ആളുകളുടെ മുന്നിൽ നിന്നോട് സ്നേഹമായിട്ട് അഭിനയിക്കാനൊക്കെ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞ് നിൽക്കായിരിക്കട്ടെ ജലജ. ഇതും കേട്ടുകൊണ്ട് തന്നെ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, ജലജ നിനക്കിപ്പോഴും ഈ സ്വത്തിനോടുള്ള ആർത്തിയൊന്നും അവസാനിച്ചില്ലേ? നവ്യമോൾക്കിപ്പോൾ മാസം തികഞ്ഞിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ നിന്റെ ഈ സ്വഭാവം വെച്ചിട്ട് അവളെ മത്സരത്തിന് കൊണ്ടുപോകാനൊന്നും ഞാൻ സമ്മതിക്കില്ല. ആ വഴിക്ക് ഡയമണ്ട് സ്വന്തമാക്കാനുള്ള നിന്റെ മോഹമുണ്ടല്ലോ, അത് നീ ഇവിടെ തന്നെ ഉപേക്ഷിച്ചേക്ക്. ഇനി ഏതായാലും ഇവിടെ നിന്ന് അനാമികമോളും നയനമോളും മാത്രമേ ഈ വീട്ടിൽ നിന്ന് മത്സരത്തിന് പങ്കെടുക്കുന്നുള്ളൂ എന്ന് തീരുമാനിക്കാട്ടെ മുത്തശ്ശി. എന്നാൽ ഇത് കേൾക്കുന്ന സമയത്തിന് ജലജയ്ക്ക് ദേഷ്യം വന്നിട്ട് ഒട്ടും സഹിക്കാൻ കഴിയാതെ അകത്തേക്കങ്ങ് കയറിപ്പോവും. ഇത് കേട്ട് നയന പറഞ്ഞിട്ട്, നവ്യേച്ച് മത്സരിക്കുന്നുണ്ടെങ്കിൽ ഞാനും പോകുന്നില്ല മുത്തശ്ശി, അനാമികയും ഇളയും തന്നെ പോവട്ടെ. അപ്പം മുത്തശ്ശൻ പറഞ്ഞിട്ട്, അതൊന്നും പറഞ്ഞാൽ പറ്റില്ല നയനമോളെ, ഇത്ര കാലം നീയും ദേവേനയാണ് ശത്രുക്കൾ പോലെ ഈ വീട്ടിൽ കഴിഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പം നിങ്ങളുടെ ദേഷ്യമൊക്കെ മാറി നിങ്ങൾ രണ്ടുപേരും നല്ല രീതിയിലാണല്ലോ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ സ്നേഹം എന്തായാലും നിങ്ങൾ ലോകത്തിന് മുന്നിൽ കാണിച്ചു കൊടുക്കണമെന്നൊക്കെ പറയാണ് മുത്തശ്ശൻ. സമ്മാനം കിട്ടിയില്ലെങ്കിലും കാര്യമില്ല, മത്സരത്തിൽ പങ്കെടുക്കുന്നതാണ് ഏറ്റവും നല്ല കാര്യം എന്നിങ്ങനെ മുത്തശ്ശൻ പറയുന്ന സമയത്തിന് ആ മത്സരത്തിന് പോകാമെന്ന് സമ്മതിക്കുകയാണ് നയന. ഇത് കേട്ട് ജാനകി ചോദിക്കുന്നുണ്ട്, എൻ്റെ അനാമിക മോളെ ഞാൻ സ്നേഹിക്കുന്നതൊക്കെ അച്ഛൻ കാണുന്നതല്ലേ? പിന്നെ ഏട്ടത്തെയും നയനയും ആ മത്സരത്തിന് പങ്കെടുത്തു കഴിഞ്ഞാൽ പിന്നെ അവരെങ്ങനെ ജയിക്കാനാച്ചാ? ഈ മത്സരത്തിലേതായാലും ഞങ്ങൾ തന്നെ വിജയിക്കുമെന്നൊക്കെ പറഞ്ഞ് നിൽക്കുമായിരിക്കും ജാനകി. അങ്ങനെ പിറ്റേ ദിവസം തന്നെ മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ദേവേനും ജാനകിയും മരുമക്കളുമായിട്ട് സ്റ്റേജിലേക്ക് കയറി ചെല്ലും. ആദ്യത്തെ സ്റ്റെപ്പിൽ അമ്മായിമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഡിഷ് ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ നയൻ അതവിടെ നിന്ന് ഉണ്ടാക്കുന്നുണ്ട്. എന്നാൽ അനാമിക അവിടെ ജാനകിക്ക് എന്താണ് ഇഷ്ടമുള്ള ഡിഷ് എന്ന് പോലും അറിയാതെ അവിടെ നിന്നങ്ങ് മാറി നിൽക്കുകയാണ്. എന്നിട്ട് പറഞ്ഞിട്ട്, അല്ലെങ്കിലും അമ്മയുടെ ഇഷ്ടങ്ങളൊക്കെ ഞാൻ അറിഞ്ഞിട്ട് എന്താ കാര്യം? എനിക്കതിനൊന്നും ഉണ്ടാക്കാനൊന്നും അറിയില്ലല്ലോ അമ്മേ. ഇതെന്താ പാചക മത്സരമായിരുന്നോ? ഇതൊട്ടും ശരിയല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ അനാമിക അങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കും. അപ്പോൾ ജാനകി പറഞ്ഞിട്ട്, അതേ മോളെ, ഏട്ടത്തെയും നയനയും പാചകം നല്ല വശമുള്ള കൂട്ടത്തിലാണ്, അതുകൊണ്ട് തന്നെ അവർക്കിത് നന്നായിട്ട് ഉണ്ടാക്കാനും പറ്റും.
ഈ ടാസ്കിൽ ഏതായാലും അവർ വിജയിച്ചു. ഇനി അടുത്ത ടാസ്ക് ഉണ്ടല്ലോ, അതിൽ നമുക്ക് പിടിച്ചു കയറാൻ മോളെ എന്നൊക്കെ പറഞ്ഞ് അനാമിക ഇങ്ങനെ സമാധാനിപ്പിക്കാട്ടോ ജാനകി. പിന്നീട് അങ്ങനെ അടുത്ത ടാസ്കിലായിട്ട് അനാമികയും ജാനകിയെ മാറ്റി നിർത്തിക്കൊണ്ട് തന്നെ ജഡ്ജസ് ഇങ്ങനെ മാറി മാറി ചോദ്യങ്ങൾ ചോദിക്കും. ജാനകിയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ മരുമകളെ ഇത്രമാത്രം സ്നേഹിക്കാൻ എന്താണ് കാരണമെന്ന് ചോദിക്കുന്ന സമയത്തിന് ജാനകി പറയുന്നുണ്ട്, എൻ്റെ മരുമകൾ കോടീശ്വരിയാണ്. അവൾ വന്നു കയറിയത് ഒരുപാടധികം സ്വർണ്ണാഭരണങ്ങളുമായിട്ടാണ്. ഞങ്ങളുടെ തറവാടിൻ്റെ അന്തസ്സിന് എന്തുകൊണ്ടും യോജിച്ച മോളാണ് അനാമിക മോള്. പിന്നെ അവൾക്കാണെങ്കിൽ ഇഷ്ടം പോലെ ബാങ്ക് ബാലൻസ് ഒക്കെ ഉണ്ട്. എന്താ ഈ ക്വാളിറ്റീസൊക്കെ പോലെ എൻ്റെ മരുമകളെ എനിക്ക് ചേർത്ത് പിടിക്കാൻ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ ജാനകി. ജാനകിയുടെ മറുപടി കേൾക്കുന്ന സമയത്തിന് ജഡ്ജസിനൊക്കെ അങ്ങ് ദേഷ്യം വരികയാണ്. എന്നിട്ട് ചോദിക്കുന്നത്, എന്തൊരു സ്ത്രീയാ നിങ്ങൾ? പണത്തിൻ്റെ സ്വർണത്തിൻ്റെ തൂക്കം നോക്കിയിട്ടാണ് സ്വന്തം മരുമക്കളെ സ്നേഹിക്കുന്നത്. നിങ്ങൾ ഒരിക്കലും ഒരു നല്ല അമ്മായിമ്മയല്ല. അതുപോലെ തന്നെ അനാമിക എന്ന് പറയുന്നവൾ ഒരിക്കലും ഒരു നല്ല മരുമകളായി മാറിയിട്ടുമില്ല. സ്വന്തം അമ്മായിമ്മയുടെ ഇഷ്ടം എന്താണെന്ന് പോലും ഇവൾക്കറിയില്ലല്ലോ. അതുകൊണ്ട് ആദ്യത്തെ ടാസ്കിൽ തന്നെ നിങ്ങൾ രണ്ടുപേരും മത്സരത്തിൽ നിന്ന് പുറത്തായിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ രണ്ടുപേരും പുറത്താക്കാട്ടോ ജഡ്ജസ്. എന്നാൽ ഇത് കേട്ട് ദേഷ്യത്തോടു കൂടെ തന്നെ അനാമികയും ജാനകിയും ആ മത്സരത്തിൽ നിന്നും ഇറങ്ങിപ്പോരുകയാണ്. ദേവയാനിയോടും അതേ ചോദ്യം ചോദിക്കുന്ന സമയത്തിന് ദേവയാനി പറഞ്ഞിട്ട്, എൻ്റെ മരുമകളെ എനിക്ക് മനസ്സിലാക്കാൻ കുറച്ചധികം സമയമെടുക്കേണ്ടി വന്നു. എന്നാൽ അവൾ എനിക്ക് വേണ്ടി ജീവൻ പോലും പറിച്ചു തരുന്നവളാണെന്ന് എനിക്ക് മനസ്സിലായി. ഇങ്ങനെയുള്ള എൻ്റെ പൊന്നു മരുമോളെയല്ലാതെ മറ്റാരെയാണ് ഞാൻ സ്നേഹിക്കേണ്ടത് എന്നൊക്കെ ചോദിക്കായിരിക്കും ദേവയാനി. ദേവേൻ്റെ മറുപടിയെല്ലാം കേൾക്കുന്ന സമയത്തിന് ദേവേൻ്റെ മനസ്സിൽ ഒത്തിരിയധികം സ്നേഹമാണ് നയനയോട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആ ഒരു സമ്മാനം ജഡ്ജസ് ദേവയാനിക്ക് തന്നെയായിരിക്കും കൊടുക്കുന്നത്. അങ്ങനെ കിട്ടിയിരിക്കുന്ന ഡയമണ്ട് നെക്ലസുമായിട്ട് അങ്ങോട്ടേക്ക് വീട്ടിലേക്ക് വരട്ടെ ദേവയാനിയും നയനയും. ഇത് കണ്ടിട്ട് ഒട്ടും തന്നെ സഹിക്കാൻ കഴിയുന്നില്ല അനാമികക്ക്. എന്നിട്ട് പറഞ്ഞിട്ട്, അവിടെ ജഡ്ജസ് ആയിരിക്കുന്നവർക്ക് ഒട്ടും വിവരവും ബുദ്ധിയും ബോധമില്ല അമ്മേ, അതുകൊണ്ടല്ലേ ഇവർക്ക് ഈ സമ്മാനം കൊടുത്തത്. അല്ലാതെ തലക്ക് വെളിവില്ല ആരെങ്കിലും ഇവർക്ക് സമ്മാനം കൊടുക്കുമോ എന്നൊക്കെ ചോദിക്കും. ജാനകി പറഞ്ഞിട്ട്, ഞാനും അനാമിക മോളുമാണ് അവിടെ ഏറ്റവും കൂടുതൽ നന്നായിട്ട് പെർഫോം ചെയ്തത്. അതൊന്നും മനസ്സിലാക്കാതെയാണ് ഇവർക്ക് സമ്മാനം എടുത്ത് അർഹതയില്ലാതെ ഇവർക്ക് സമ്മാനം എടുത്തു കൊടുത്തത്. ഇത് കേട്ട് ദേവയാനി പറഞ്ഞിട്ട്, ജാനകി മതി നിർത്തിക്കോ, ഞാനും നയനമോളും വിജയിച്ചല്ലോ. ഇനിയിപ്പോൾ നീ അഭിനന്ദിച്ചില്ലെങ്കിലും ഞങ്ങൾക്ക് യാതൊരു കുഴപ്പമില്ല. എൻ്റെ നയനമോളുടെ സ്നേഹം എത്ര മാത്രമാണെന്ന് നടക്കാനൊന്നും നീ ആയിട്ടില്ല ജാനകി. നിന്റെ ഇഷ്ടപ്പെട്ട ഡിഷ് എന്താണ് പോലും നിന്റെ മരുമകൾ അനാമികക്കറിയില്ല. ആദ്യം നീ നിന്റെ മരുമകളെ അതൊക്കെ ഒന്ന് ഉണ്ടാക്കാൻ പഠിപ്പിക്കുക. അതിനുശേഷം നീ ഞങ്ങൾക്കിടയിലുള്ള സ്നേഹം അളക്കാൻ വന്നാലൊക്കെ മതിയെന്ന് പറയും. നയന പറഞ്ഞിട്ട്, അമ്മേ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അമ്മയ്ക്ക് ഈ ഡയമണ്ട് മാല ഇട്ട് തരാനാണ് എനിക്ക് ആഗ്രഹം. ഇത് അമ്മക്കിട്ടാൽ നല്ല ചേർച്ചയായിരിക്കുമെന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അനാമിക കാണുകയെ തന്നെ നയന ആ ഒരു നെക്ലസ് ദേവേൻ്റെ കഴുത്തിലേക്ക് ഇട്ട് കൊടുക്കും. ദേവയാനി ചോദിക്കുന്നുണ്ട്, എനിക്ക് എന്തിനാ മോളെ ഈ ഡയമണ്ട് നെക്ലസൊക്കെ? ഞാൻ വീട്ടിൽ നിന്ന് ഡയമണ്ടൊന്നും ധരിക്കാറില്ല എന്ന കാര്യം മോൾക്കറിയാവുന്നതല്ലേ. ഇതേതായാലും മോളുടെ കഴുത്തിൽ കിടന്നാൽ മതി, മോൾക്കായിരിക്കും ഇത് നന്നായിട്ട് ചേരുന്നത് എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അതിങ്ങനെ നയനക്ക് കൊടുക്കാൻ സമയത്തിന് നയൻ അതിന് സമ്മതിക്കുന്നില്ല. വേണ്ട അമ്മേ, എനിക്ക് ഡയമണ്ട് നെക്ലസ് ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് നിൽക്കുമായിരിക്കും. എന്നാൽ ഇതും കേട്ടുകൊണ്ട് തന്നെ അനാമിക പറയുന്നത്, വല്യമ്മേ അവൾക്ക് വേണ്ടെങ്കിൽ വല്യമ്മ കൂടുതൽ അവൾ നിർബന്ധിക്കാനൊന്നും പോവണ്ട. അല്ലെങ്കിലും ഈ ഡയമണ്ട് നെക്ലസ് കൂടുതൽ ഇണങ്ങുന്നത് എൻ്റെ കഴുത്തിനായിരിക്കും. ഇവർക്ക് ഏതായാലും ഈ ഡയമണ്ട് നെക്ലസ് ധരിക്കാനുള്ള യാതൊരുവിധ അർഹതയുമില്ലല്ലോ. അവർക്ക് വേണ്ടെങ്കിൽ ആ ഡയമണ്ട് നെക്ലസ് എനിക്ക് തന്നേക്കെന്ന് പറയും. അതിന് പകരമായിട്ട് ഇവൾക്ക് വില കുറഞ്ഞ ഒരു ലോക്കൽ മാല ഞാൻ എൻ്റെ ഷെൽഫിലെടുത്ത് വെച്ചിട്ടുണ്ട്. ഏതൊരു ലോക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാ അത്. അവർക്ക് അതേതായാലും നന്നായിട്ട് ചേരും. ഞാൻ വേണമെങ്കിൽ അത് എടുത്തു കൊടുക്കാൻ വല്യമ്മയെന്നൊക്കെ പറയട്ടെ അനാമിക. വല്യമ്മ ഏതായാലും ആ നെക്ലസ് എനിക്ക് തായെന്നൊക്കെ പറഞ്ഞ് കൈനീട്ടാണ് അനാമിക. ഇത് കേട്ട് ഒട്ടും തന്നെ ഇഷ്ടപ്പെടാതെ നയന വന്നിട്ട് പറഞ്ഞിട്ട്, നീ എന്ത് ചോദിച്ചാലും ഒരു പക്ഷേ എൻ്റെ അമ്മ നിനക്ക് വാങ്ങിത്തരുമായിരിക്കും. എന്നാൽ ഈ ഡയമണ്ട് നീ ചോദിച്ചാൽ അത് തരാനൊന്നും ഞാൻ സമ്മതിക്കില്ല. ഇത് നിന്നേക്കാൾ ചേരുന്നത് എൻ്റെ അമ്മായിമ്മക്ക് തന്നെയാടേ. നിനക്ക് വേണമെങ്കിൽ നിൻ്റെ അമ്മായിമ്മ ഇവിടെ നിൽക്കുമല്ലേ, അവരോട് നിനക്ക് ഡയമണ്ട് നെക്ലസ് വാങ്ങിച്ചു തരാൻ പറയാമെന്ന് പറയാറിക്കൂട്ട അനാമികയോട്. എന്നാൽ നയനയുടെ വാക്ക് കേൾക്കുന്ന സമയത്തിന് അനാമികക്കും ജാനകിക്കും ഭയങ്കര അങ്ങ് ദേഷ്യം വരും. ജാനകി പറഞ്ഞിട്ട്, നീ അധികം ഇവിടെ നിന്ന് ഷോ കാണിക്കൊന്നും വേണ്ട. ഇതിനേക്കാൾ നല്ല ഡയമണ്ട് ഞാൻ എൻ്റെ മരുമകൾക്ക് വാങ്ങിച്ചു കൊടുക്കും. ആർക്ക് വേണം ഈ ഡയമണ്ടൊക്കെ? അല്ലെങ്കിലും നിനക്കിത് വെറുതെ കിട്ടിയതല്ലേ, അല്ലാതെ നിൻ്റെ അച്ഛൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതൊന്നുമല്ലല്ലോ. അങ്ങനെയാണ് ഇവളുടെ സംസാരം. നീ വാ അനാമിക മോളെ എന്നൊക്കെ പറഞ്ഞു കൊടുത്തിന് ജാനകി അനാമികയെ വിളിച്ചുകൊണ്ട് അവിടെ നിന്നങ്ങ് പോവും. എന്നാൽ ഇതൊന്നും അറിയാതെ അനാമികക്ക് തന്നെയായിരിക്കും ഡയമണ്ട് നെക്ലസ് കിട്ടിയത് എന്നൊക്കെ തെറ്റിദ്ധരിച്ചുകൊണ്ട് തന്നെ രേവതിയും വീണും അനന്തപുരി തറവാട്ടിലേക്ക് വരുന്നുണ്ട്. വരുന്ന വരവിൽ തന്നെ അവർ കാണുന്ന നവ്യായിരിക്കും. നവ്യയെ കണ്ട ഉടനെ തന്നെ രേവതി ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ നവ്യയോട് ചോദിക്കുന്നത്, എന്താണ് നീ ഇവിടെ തന്നെ ഇങ്ങനെ കടിച്ചു തൂങ്ങി നിൽക്കുന്നത്? 7-ാം മാസം തികഞ്ഞിട്ടും നീ എന്താണ് നിന്റെ വീട്ടിലേക്ക് പോവാത്തത് എന്നൊക്കെ ചോദിക്കും. എന്താണ് നിന്നെ വിളിച്ചുകൊണ്ട് പോവാൻ നിന്റെ വീട്ടിൽ നിന്നും ആരും വന്നില്ലേ? നീ എന്തിനാണ് ഇവിടെ ഇങ്ങനെ കടിച്ചു തൂങ്ങി നിൽക്കുന്നത് എന്ന് ചോദിക്കാട്ടോ. ഇപ്പം നിന്റെ ഭർത്താവാണെങ്കിൽ മറ്റേതെങ്കിലും പെണ്ണുങ്ങളുടെ കൂടെ ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കുന്നുണ്ടാവും. നിന്റെ ഭർത്താവിന് നിന്നെയും നിന്റെ കുഞ്ഞിനെയൊന്നും വേണ്ടടി. അവൻ ഇനി വേറെ വല്ലവരിലും കുട്ടിയുണ്ടോ എന്ന കാര്യത്തിൽ പോലും എനിക്ക് നല്ല സംശയമുണ്ട്. രേവതിയുടെ വാക്ക് കേൾക്കുന്ന സമയത്തിന് നവ്യക്ക് അങ്ങ് ദേഷ്യം വന്നുകൊണ്ട് തന്നെ ചോദിക്കുന്നത്, ഏത് വകുപ്പിലാണ് നിങ്ങൾ എന്നെ ഇങ്ങനെ കളിയാക്കുന്നത്? എടി കിളവി, നിങ്ങൾക്ക് എന്താ വേറെ പണിയൊന്നുമില്ലേ? ഏത് നേരം നോക്കിയാലും എൻ്റെ മെക്കെട്ട് കയറാൻ വന്നിട്ട് എൻ്റെ പുറകെയാണല്ലോ. അല്ല, നിങ്ങൾക്കെന്താ ഈ വീട്ടിൽ കാര്യം? ഇടയ്ക്കിടെ നിങ്ങളുടെ ഭർത്താവിനെ വിളിച്ചുകൊണ്ട് യാതൊരു കാര്യമില്ലാതെ ഇങ്ങോട്ട് കയറി വരാറുണ്ടല്ലോ. എന്താ കിളവിയൊന്നും മിണ്ടാത്തത്? എന്താ നിങ്ങൾക്കിവിടെ കാര്യം എന്നൊക്കെ ചോദിക്കാട്ടോ നവ്യ. നിങ്ങൾക്ക് അങ്ങനെ ആരെങ്കിലും ഭരിക്കാൻ ഉദ്ദേശമുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ സ്വന്തം വീട്ടിൽ പോയിട്ട് സ്വന്തം ഭർത്താവിനെ മാത്രം അങ്ങ് ഭരിച്ചാൽ മതി. എന്നെ അനുസരണ പഠിപ്പിക്കാനൊന്നും നിങ്ങൾ വരണ്ട. അങ്ങനെ എൻ്റെ ഭർത്താവിന് മറ്റൊരു കുട്ടിയുണ്ടെങ്കിൽ ഞാൻ അതങ്ങ് സഹിച്ചോളാം.
എൻ്റെ കാര്യമൊന്നും നോക്കാൻ നിങ്ങൾ വരണ്ട എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് നവ്യ അവിടെ നിന്നങ്ങ് പോവാണ്. രേവതി ഏതായാലും ആകെ ചമ്മിക്കൊണ്ട് തന്നെ നേരെ വരുന്ന സമയത്ത് ദേവേനെ കാണും. ദേവേനെ കണ്ടുകൊണ്ട് തന്നെ രേവതി ചോദിക്കുന്നുണ്ട്, ഇപ്പൊ എന്തായി ദേവേച്ചി കാര്യങ്ങളൊക്കെ? നിങ്ങൾ നിങ്ങളുടെ മരുമകളെയും കൂട്ടിയിട്ട് മത്സരത്തിന് പോയിട്ട് എന്തായി? ഡയമണ്ട് പോയിട്ട് ഒരു കടലമിഠായി പോലും നിങ്ങൾക്കും നിങ്ങളുടെ മരുമകൾക്കും കിട്ടിയില്ലല്ലോ. ആ ഡയമണ്ട് കിട്ടാനുള്ള യോഗമൊക്കെ എൻ്റെ അനാമിക മോൾക്കായി പോയില്ലേ, അതുകൊണ്ടാണ് അവർ വിജയിച്ചത് എന്നൊക്കെ പറയും. പിന്നെ നിങ്ങളുടെ മരുമകൾക്ക് നിങ്ങളോടുള്ള സ്നേഹമൊക്കെ അത് വെറും കപട സ്നേഹം മാത്രമാണെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കാൻ നോക്ക്. അല്ല, അനാമിക മോളെ എന്താ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? മോൾക്ക് കിട്ടിയ ഡയമണ്ട് നെക്ലസിലെ ആ സമ്മാനം എടുത്തോട്ട് വാ, അമ്മ ഒന്ന് കാണട്ടെ എന്നൊക്കെ പറയാറിക്കോട്ടെ രേവതി. രേവതിയുടെ സംസാരം കേട്ടുകൊണ്ട് തന്നെ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തറിഞ്ഞിട്ട് സ്വന്തം മകളെ ഇങ്ങനെ പുകഴ്ത്തി സംസാരിക്കുന്നത്? അതെ, അനാമികയും ജാനകിയൊന്നും അല്ല, ഏറ്റവും നല്ല മരുമകളും അമ്മായിയുമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് നയനമോളെയും ദേവേനെയാണെന്ന് പറയും. എന്നാൽ ഇത് കേൾക്കുന്ന സമയത്ത് തന്നെ രേവതിക്ക് വല്ലാത്തൊരു ഷോക്കായിരിക്കും. വേണു ചോദിക്കുന്നുണ്ട്, ഏയ് അങ്ങനെയൊന്നും വരാൻ സാധ്യതയില്ലല്ലോ അമ്മേ, ഇവിടുത്തെ ജാനകിയുടെ കൂട്ടുകാരിയല്ലേ ഇതെല്ലാം അറേഞ്ച് ചെയ്തേക്കുന്നത്. എന്നിട്ടും എന്ത് പറ്റി മോളെ, നീ ആ നയനേക്കാൾ നല്ല മരുമകളാണല്ലോ, എന്നിട്ടിപ്പോൾ ഇവിടെ എന്താ നീ പരാജയപ്പെട്ടത് എന്നൊക്കെ ചോദിക്കുകയാണ് വേണു. അപ്പോൾ ദേവേനി പറഞ്ഞിട്ട്, അത് വേണു മാത്രം അങ്ങ് പറഞ്ഞാൽ പോരല്ലോ, അവിടെയുള്ള ജഡ്ജസ് ഒക്കെ അങ്ങ് തീരുമാനിക്കണ്ടേ. ഏറ്റവും നല്ല അമ്മായിമ്മ മരുമകൾ ജോഡി ഞങ്ങളാണെന്ന കാര്യം അവിടെയുള്ള എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. പിന്നെ അത് നിങ്ങൾക്ക് മാത്രം മനസ്സിലാവാത്തത് അത് ഞങ്ങളുടെ കുറ്റം കൊണ്ടൊന്നല്ല എന്ന് പറയും. എന്താ രേവതി, രേവതിക്ക് ആ ഡയമണ്ട് കാണണമെന്ന് ഇത്ര വലിയ ആഗ്രഹമാണോ? അതൊക്കെ എൻ്റെ അൽമാരയിൽ ഞാൻ ഭദ്രമായിട്ട് പൂട്ടി വെച്ചിരിക്കുകയാണ്. വേണമെങ്കിൽ ഞാൻ അത് എടുത്ത് കാണിച്ചു തരാമെന്നിങ്ങനെ ദേവേനി പറയുന്ന സമയത്തിന് രേവതിക്ക് ദേഷ്യം വരും. എന്നിട്ട് രേവതി പറയുന്നത്, ഇനി എനിക്കത് കാണണമെന്നൊന്നുമില്ല. എന്താണെങ്കിലും എൻ്റെ മോൾക്കല്ലല്ലോ ആ സമ്മാനം കിട്ടിയിരിക്കുന്നത്. മോൾ ഏതായാലും ഇങ്ങ് വാ എന്നൊക്കെ പറഞ്ഞ് നിരാശയോട് കൂടി തന്നെ രേവതി അനാമികയെ കൂട്ടിക്കൊണ്ട് അകത്തേക്ക് കയറി പോവാണ്. എന്നാൽ രേവതിക്കുള്ള ജ്യൂസുമായിട്ട് ജാനകി അങ്ങോട്ടേക്ക് കയറി വരുന്ന സമയത്തായിരിക്കട്ടോ രേവതിയും അനാമികയും തമ്മിൽ സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ജാനകി കേൾക്കാനിട വരുന്നത്. പെട്ടെന്ന് ഇവരുടെ സംസാരം കേട്ടുകൊണ്ട് ജാനകി അവിടെ സ്റ്റെക്കായി നിൽക്കായിരിക്കും. അനാമിക ചോദിക്കുന്നുണ്ട്, അമ്മ സങ്കടപ്പെടാതിരിക്ക്, ആ ഡയമണ്ട് കിട്ടില്ല എന്ന് വിചാരിച്ച് എന്താ ഇത്ര വലിയ പ്രശ്നം? അനിയുടെ അമ്മ അതിനേക്കാൾ നല്ല ഡയമണ്ട് എനിക്ക് വാങ്ങിച്ചു തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ ആ തള്ളയെ കൊണ്ട് എങ്ങനെയെങ്കിലും അത് വാങ്ങിപ്പിച്ചെടുക്കണം. എൻ്റെ ഭർത്താവ് എന്ന് പറയുന്നവൻ എനിക്ക് വേണ്ടിയിട്ടൊരു ചില്ലി കാശ് പോലും ചിലവാക്കില്ല. അപ്പോൾ പിന്നെ ആ കാശും കൂടി അവൻ്റെ തള്ളയുടെ കയ്യിൽ നിന്ന് ചിലവാക്കിപ്പിക്കണം. ആ തള്ളയെ കൊണ്ട് എനിക്ക് വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചെടുക്കണം അമ്മ എന്നൊക്കെ ഇങ്ങനെ അനാമിക രേവതിയോട് പറഞ്ഞു കൊടുക്കും. എന്നാൽ അനാമിക തന്നെ മോശ രീതിയിൽ തന്നെ അമ്മയോട് സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം കേട്ടിട്ട് ആകെങ്ങനെ ഞെട്ടിട്ട് ഷോക്കായി നിൽക്കായിരിക്കും ജാനകി. രേവതി പറഞ്ഞിട്ട്, എൻ്റെ പൊന്നുമോളെ നീ അതൊന്നും വിശ്വസിക്കാൻ നിൽക്കണം. ആ തള്ള ചിലപ്പോൾ ദേവേൻ്റെ മുന്നിൽ പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കള്ളങ്ങളങ്ങ് തട്ടിവിട്ടിട്ടുണ്ടാവും. എന്നിട്ട് അതൊക്കെ എൻ്റെ മോള് വിശ്വസിച്ചിരിക്കണോ? ഇത്ര കാലമായിട്ട് ആ തള്ളയും മോനും ഒരു പവൻ്റെ മാലയെങ്കിലും എൻ്റെ മോൾക്ക് വാങ്ങിച്ചു തന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. അങ്ങനെ ഒന്നും വാങ്ങിച്ചു തരാത്ത ആ തള്ള പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നിനക്കൊരു ഡയമണ്ട് നെക്ലസ് വാങ്ങിച്ചു തരില്ലേ എന്നൊക്കെ ചോദിക്കാതിരിക്കട്ടെ രേവതി. മോൾ ഏതായാലും അതൊന്നും കാത്തിരുന്നിട്ട് കാര്യമില്ല, പിന്നെ മോള് നിരാശപ്പെടേണ്ടി വരും. ആ ജാനകി എന്ന് പറയുന്ന തള്ള ഇപ്പോഴും മുക്കുപണ്ടം ഇട്ടിട്ടല്ലേ ഇതിലൂടെയൊക്കെ നടക്കുന്നത്. അവർക്ക് പോലും കാൽ കാശിന് ഗതിയില്ല, എന്നിട്ടപ്പം നിനക്കതൊക്കെ വാങ്ങിച്ചു തരുന്നത് എന്നൊക്കെ പറയും. അപ്പോൾ അനാമിക ചോദിക്കുന്നുണ്ട്, പിന്നെ എന്താ അമ്മേ ഞാൻ ചെയ്യേണ്ടത്? അങ്ങനെ കാൽ കാശിന് ഗതിയില്ലെങ്കിൽ പിന്നെ ഞാൻ അവരെ ഇങ്ങനെ തലയിൽ കയറ്റി വെച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ. കാൽ കാശിന് ഗതിയില്ലാത്ത ഒരു ഉപകാരവും ഇല്ലാത്ത സ്ത്രീ ഇനി നമ്മൾ എന്ത് ചെയ്യും അമ്മേ? ഒരു കാര്യം ചെയ്താലോ, നമുക്ക് അനിയുടെയും അവരുടെ തള്ളയുടെയും പേരിലൊരു കേസങ്ങ് കൊടുത്താലോ, ഒരു കള്ള കേസങ്ങ് കൊടുത്താലോ? ഗാർഹിക പീഡനം തന്നെ ചുമത്താം. ജാനകി എന്ന് പറയുന്ന അമ്മായിയമ്മയുടെ പീഡനം സഹിച്ചാണ് ഞാൻ ഇവിടെ കഴിയുന്നത് എന്ന് പരാതിയായിട്ട് അങ്ങ് എഴുതി കൊടുത്താലോ? ആ തള്ളയെ പിടിച്ചങ്ങ് ജയിലിലിട്ടാലേ ഇവിടുത്തെ മുത്തശ്ശൻ അവരെങ്ങനെയെങ്കിലും പുറത്തിറക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടംപോലെ കാശിറക്കും. അങ്ങനെ ആ കാശ് വാങ്ങിച്ചു നമുക്കങ്ങ് രക്ഷപ്പെട്ടു പോവാം അമ്മേ. മുത്തശ്ശിൻ്റെ കയ്യിൽ നിന്ന് ഒരു 10 കോടി രൂപയെങ്കിലും വാങ്ങിച്ചെടുക്കണം, എങ്കിലേ ആ ജാനകിയെ നമുക്ക് വിട്ടുകൊടുക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെ വളരെ ക്രൂരമായിട്ട് അനാമിക രേവതിയോട് സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ജാനകി അവിടെ നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. ഇവരുടെ സംസാരമെല്ലാം കേട്ടുകൊണ്ട് തന്നെ ജാനകി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞിട്ട്, എടി ദ്രോഹി, ഇത്ര കാലം സ്വന്തം മകളെ പോലെയല്ലേ ഞാൻ നിന്നെ സ്നേഹിച്ചത്, എന്നിട്ടിപ്പോൾ നീ എനിക്കും എൻ്റെ മകനും നേരെയാണോ കളിക്കാൻ നിൽക്കുന്നത്? അതെ, എനിക്ക് നേരെ കള്ളക്കേസ് കൊടുത്തിട്ടൊന്നും നീ ജയിലിൽ പോവാൻ നിൽക്കണ്ട. ശരിക്കും എൻ്റെ കയ്യിൽ നിന്ന് തല്ലും വാങ്ങിച്ച് ഗാർഹിക പീഡനം അനുഭവിച്ചതിന് ശേഷം എനിക്ക് ജയിലിൽ പോയാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ജാനകി വന്ന് ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ അനാമികയെ രേവതി ഇങ്ങനെ പിടിച്ച് തല്ലി ഒതുക്കാട്ടോ. എന്നാൽ തങ്ങളുടെ പ്ലാനെല്ലാം പൊളിഞ്ഞല്ലോ എന്നൊക്കെ ചിന്തിച്ച് ജാനകി ഇതെല്ലാം കേട്ടല്ലോ എന്നൊക്കെ ചിന്തിച്ച് ആകെ സങ്കടപ്പെട്ടിങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന അനാമികയെ രേവതിയും കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ എന്നും ഇതേപോലത്തെ റിവ്യൂസൊക്കെ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ